നമസ്കാരം. തുടരും സിനിമ കണ്ടു. നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ തരുൺമൂർത്തി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാലും നല്ല ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സിനിമയിൽ ഉടനീളം ഒരു മിസ്റ്ററി കീപ്പ് ചെയ്തിട്ടുണ്ട്. മിസ്റ്ററി എന്ന് പറയുമ്പോൾ അങ്ങനെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റുകളോട് കൂടിയ മിസ്റ്ററി ഒന്നുമല്ല. ഒരു സാധാരണക്കാരനായിട്ടുള്ള ടാക്സി ഡ്രൈവർ അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവം, അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന ഒരു സംഭവം. പക്ഷേ അതിനെ ത്രൂ ഔട്ട് തരുൺമൂർത്തി മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ്. സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കൽ പോലും തെറ്റിദ്ധരിക്കരുത് ഇതൊരു ദൃശ്യം മോഡൽ സിനിമയാണെന്നുള്ളത്. ആ രീതിയിലുള്ള സിനിമയല്ല, ആ രീതിയിലുള്ള കഥാപറച്ചിലുമല്ല ഈ സിനിമയുടേത്. പിന്നെ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഈ മോഹൻലാൽ സാധാരണക്കാരൻ്റെ വേഷത്തിൽ വരുമ്പോൾ ആ സിനിമയുടെ ക്ലൈമാക്സ് ഭയങ്കര ഗംഭീരമായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഇതിനകത്തില്ല. ഒരു നോർമൽ രീതിയിലുള്ള ക്ലൈമാക്സ്, ചെറിയ ചെറിയ ട്വിസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും അത്ര വലിയ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് അനുഭവം നമുക്ക് തരുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഈ ഷൺമുഖം എന്ന് പറയുന്ന ടാക്സി ഡ്രൈവറും അയാളുടെ ഫാമിലിയും അയാളുടെ ചുറ്റുപാടുകളെയും നമ്മളിലേക്ക്, കണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നതിൽ ഈ സിനിമയും അതിൻ്റെ സംവിധായകനും പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് അതുകൂട്ട് തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ MG ശ്രീകുമാരുടെ പാടിയ പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റും വളരെ മികച്ചു തന്നെയായിരുന്നു. സീനുകളോട് ഇഴുകി ചേർന്ന് പോകുന്ന രീതിയിലായിരുന്നു പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ്. ലാലേട്ടൻ, ശോഭന, മണിയമ്പിള്ള രാജു, പിന്നെ ബിനു പപ്പു, അതുപോലെ മറ്റേ ഇൻസ്പെക്ടറായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ അബിൻ ബിനോ, ഇങ്ങനെ എല്ലാവരും പെർഫോമൻസ് കൊണ്ട് ഒരു ശകലം പോലും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും ഒരു വീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഇൻസ്പെക്ടറായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ്റെ ഡയലോഗ് ഡെലിവറി എന്ന് വെച്ചാൽ വളരെ വീക്കായിട്ടുള്ള ഡയലോഗ് ഡെലിവറി. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നതേ ഇല്ല. എന്തൊക്കെയോ കിടന്ന് പറയുന്നത് നമ്മളങ്ങനെ കേൾക്കുന്നു. ഇതേ പ്രശ്നം തന്നെ എനിക്ക് പേഴ്സണലി മറ്റേ ആലപ്പുഴ ജിംഖാനയിലും ഉണ്ടായിരുന്നു. ആലപ്പുഴ ജിംഖാന പക്ഷേ ത്രൂ ഔട്ട് എല്ലാ ക്യാരക്ടറുടെയും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനകത്ത് അങ്ങനെയില്ല. ഇതിനകത്ത് കൂടുതലും ഈ പറയുന്ന ഇൻസ്പെക്ടറായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ്റെ ഡയലോഗ് ഡെലിവറി എനിക്ക് അത്ര മിസ്മാച്ച് അല്ലാത്ത, പുള്ളിക്കാരൻ എന്തൊക്കെയോ പറയുന്നു പക്ഷേ ആ സീനുമായിട്ട് അങ്ങോട്ട് യോജിച്ച് പോകുന്നില്ല. ചില സമയങ്ങളിൽ മറ്റേ ബിനു പപ്പുവും അങ്ങനത്തെ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഡയലോഗിൽ വരുന്നുണ്ട്. അത് എഴുതി കൊടുത്ത ഡയലോഗിൻ്റെ പ്രശ്നമായിരിക്കും. പറ്റും. അതുപോലെ തന്നെ ഈ ഡയലോഗിനെ ഓവർഷാഡോ ചെയ്യുന്ന BGM അത് ചില സ്ഥലങ്ങളിലേ ഉള്ളൂ. പക്ഷേ അതും വളരെ ഒരു സിനിമയുമായിട്ട് നമ്മളെ ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട് ആ സംഭവങ്ങളൊക്കെ തന്നെ. ജേക്സ് ബിജോയുടെയാണ് സ്കോർ ചെയ്യാൻ പറഞ്ഞല്ലോ. ഈ പറയുന്ന ഡയലോഗിനെ ഓവർഷാഡോ ചെയ്യുന്ന പ്രശ്നം ത്രൂ ഔട്ട് ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇതിനകത്ത് ഇമോഷണൽ സീനുകളിൽ ഈ സ്കോർ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ വളരെ ഗംഭീരമായിട്ടാണ്. അവിടെ ആ സീനുമായിട്ട് നമ്മളെ കണക്റ്റ് ആക്കാനായിട്ട് ആ സ്കോറിങ്ങിന് കഴിയുന്നുണ്ട്. അല്ലാതെ വേറെ സ്കോറിംഗ് ഒന്നും എനിക്ക് അത്ര വലിയ മെച്ചമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സിനിമാറ്റോഗ്രാഫർ ഷാജി കുമാർ നല്ല സിനിമാറ്റോഗ്രാഫി തന്നെയായിരുന്നു. അതുപോലെ തന്നെ എഡിറ്റർ ഷെഫീഖ് VBയും നിഷാദ് യൂസഫും തരക്കേടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. മോഹൻലാൽ ഷൺമുഖം നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. പിന്നെ ഈ പറയുന്ന ദൃശ്യം മോഡൽ സിനിമയൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ചു പോയത്. പിന്നെ ത്രൂ ഔട്ട് ഈ മോഹൻലാൽ ഈ ശോഭന കെമിസ്ട്രി അത് ഗംഭീരമായിട്ടായിരുന്നു. പിന്നെ ശോഭനയുടെ ഇമോഷണൽ സീനിലുള്ള പെർഫോമൻസ് മികച്ചത് തന്നെയായിരുന്നു. അത് ഒരുപാട് നാളായി അവരെ അങ്ങനെ കണ്ടിട്ട്. ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ത്രൂ ഔട്ട് നമ്മളങ്ങനെ ത്രില്ലടിപ്പിച്ച് ഇങ്ങനെ കാണിക്കുന്ന ആക്ഷൻ സീൻസൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. പിന്നെ ത്രൂ ഔട്ട് നമുക്ക് നല്ലൊരു സിനിമ തന്നെയാണ് കേട്ടോ. തുടരും നല്ലൊരു സിനിമ തന്നെയാണ്. നമുക്ക് എന്തുമായാലും തിയേറ്ററിൽ പോയി കാണുന്നത് വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ നിങ്ങളും തിയേറ്ററിൽ പോയി തന്നെ കാണുക. എന്നെ സംബന്ധിച്ചോളം ഒരു വലിയതായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ നല്ലൊരു സിനിമ തന്നെയാണ്. അത് ഒരുപാട് കാലത്തിന് ശേഷം ശോഭന മോഹൻലാൽ കോംബോ കാണുന്നതിലായാലും പിന്നെ മോഹൻലാലിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ നമുക്ക് വർഷങ്ങൾക്ക് ശേഷം കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ ഹാപ്പിയാണ്.